വെൽക്കം ടു വൺസ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ഹൈവേ ആണ് അല്ലെ. ജോമെട്രിക് പാരാമീറ്റേഴ്സ് ഓഫ് ഹൈവേ എഞ്ചിനീയറിംഗിൽ നമുക്ക് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ അലൈൻമെന്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, വെർട്ടിക്കൽ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ വി ആർ ആക്ച്വലി ട്രൈങ് ടു ടോക്ക് അബൌട്ട് ടു ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ കർവ് ആണ്. എന്താണ് വെർട്ടിക്കൽ അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെർട്ടിക്കൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ ഉണ്ടാവുന്ന കയറ്റം അല്ലെങ്കിൽ ഇറക്കം, അല്ലെങ്കിൽ വെർട്ടിക്കൽ കർവുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. കയറ്റം കയറി പിന്നെ ഇറങ്ങില്ല ചെയ്യുക, അത് വെർട്ടിക്കൽ പ്ലെയിനിലെ കർവ് അല്ലേ? ക്ലിയർ അല്ലേ? അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് വി ആർ ടോക്കിംഗ് അബൌട്ട് വെർട്ടിക്കൽ കർവ്സ് ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഗ്രേഡിയന്റിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് വെർട്ടിക്കൽ കർവ്സ്. വെർട്ടിക്കൽ കർവ്സ് ആണ്. വെർട്ടിക്കൽ കർവ്സ് നമ്മൾ സർവേയിലും പഠിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പാണ് വെർട്ടിക്കൽ കർവ്സ് ഉള്ളത് അല്ലെ. രണ്ട് ടൈപ്പാണ് വെർട്ടിക്കൽ കർവ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് സമ്മിറ്റ് കർവ്. ആദ്യത്തെ സ്ഥാനത്തിന് നമ്മൾ സമ്മിറ്റ് കർവ് എന്നാണ് പറയാ. ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ക്രസ്റ്റ് കർവ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ക്രസ്റ്റ് കർവ്. ഓക്കെ, രണ്ടാമത്തെ കർവ് ഏതാ ഉള്ളത്? വി ആർ ഹാവിംഗ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് കർവ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് വാലി കർവ് എന്ന് പറയപ്പെടും. ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് എന്താണ്? സാഗ് കർവ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സാഗ് കർവ്. ഓക്കെ, നോക്കിയ സാധനം എന്താണെന്ന് ഓരോന്ന് അറിയണം. ഓരോന്നിലും ചെറിയ ചെറിയ ന്യൂമറിക്കൽ വരാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നമുക്ക് പല പല ഫോർമുലാസും ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സമ്മിറ്റ് കർവ്. സമ്മിറ്റ് കർവിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയുള്ള കർവിനെയാണ് നമ്മൾ സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത്? അതിന്റെ മറ്റൊരു പേര് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഏതാണ്? ക്രസ്റ്റ് കർവാണ്. നോക്കിയേ, ഇഫ് ദ കർവ് ഈസ് സംവാട്ട് ലൈക്ക് ദിസ്, ഇത്തരത്തിലാണ് നിങ്ങളെ കർവ് എങ്കിൽ ഇതിനെയാണ് സമ്മിറ്റ് കർവ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ പോരാ, നിങ്ങൾ എങ്ങനെയും കൂടി പറയണം, കറക്റ്റ് അതിന്റെ ഡെഫിനിഷൻ പറയണം. നോക്കിയേ, ഈ കർവിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റിൽ നിന്നും ലെറ്റ്സ് ഡ്രോ ടാൻജൻസ് ആണ്. ദാ ഇവിടുന്ന് ഒരു ടാൻജന്റ് ഡ്രോപ്പ് ചെയ്തു, അതാ പോകുന്നു. അവിടുന്ന് ഒരു ടാൻജന്റ് ഡ്രോപ്പ് ചെയ്തു, ഇതാ പോകുന്നു. ഓക്കെ, യെസ്, വെയിറ്റ്, ഒന്നൊരു ടാൻജന്റ് ഡ്രോപ്പ് ചെയ്യാം. അവിടുന്ന് ഒരു ടാൻജന്റ് ഡ്രോപ്പ് ചെയ്തു, അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ടാൻജന്റ് ഡ്രോപ്പ് ചെയ്തു. ലെറ്റ്സ് സേ അതാ. സോ രണ്ട് ടാൻജന്റുകൾ നമ്മൾ ആ കർവിൽ പ്ലോട്ട് ചെയ്തപ്പോൾ ഈ പറയുന്ന ടാൻജന്റുകൾ വന്ന് മുട്ടുന്ന പോയിന്റ് കണ്ടോ? യെസ്, ദിസ് ഈസ് എ വെർട്ടിക്കൽ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്. VIP, vertical intersection point of the tangent which is coming above the curve ആണ്. നമ്മൾ വരച്ചിരിക്കുന്ന ആ കർവിന്റെ മുകളിലാണ് ആ കർവിൽ വരച്ച രണ്ട് ടാൻജന്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ സമ്മിറ്റ് കർവ് എന്ന് പറയും. സോ നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ പറയാം. നിങ്ങൾ എഴുതുക. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ്? ഫസ്റ്റ് ഡെഫിനിഷൻ, ഒന്നാമത്തെ ഡെഫിനിഷൻ, യെസ്, if the point of intersection of tangent lies above the curve, it is termed as yes summit curve അല്ലെങ്കിൽ ക്രസ്റ്റ് കർവ് ആണ്. ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാം. നോക്കിയേ, രണ്ടാമത്തെ രീതി എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്, രണ്ടാമത്തെ രീതി എന്താണ്? രണ്ടാമത്തെ രീതി നോക്കിയേ, ഇതെന്താണ്? കയറ്റമല്ലേ? ആദ്യം കയറ്റമാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇറക്കമാണ്. കയറ്റത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ദിസ് ഈസ് പ്ലസ് N1% ആണ്. അതായത് അപ്ഗ്രേഡിയന്റ് അല്ലേ? അപ്പ് ഗ്രേഡിയന്റ് ആയതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഇട്ടത്. ക്ലിയർ ആണോ? അപ്പ് ഗ്രേഡിയന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത്? പ്ലസ്. ദിസ് ഈസ് പ്ലസ് N1% ആണ്. യെസ്, പിന്നെ അത് ഇറക്കമാണ്. നമുക്ക് എന്ത് പറയാം? വി ക്യാൻ ടേം ദാറ്റ് ആസ് മൈനസ് N2% ആണ്. മൈനസ് N2% ആണ്. അതായത് ഡൗൺ ഗ്രേഡിയന്റ് ആണ്. സോ മറ്റൊരു രീതിയിൽ സമ്മിറ്റ് കർവിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: an up gradient followed by a down gradient, a curve connecting an up gradient followed by a down gradient. സോ രണ്ടാമത്തെ ഡെഫിനിഷൻ ആവർത്തിക്കുന്നു, നിങ്ങൾ എഴുതുക. ഇറ്റ് ഈസ് എ കർവ് കണക്ടിങ് an up gradient followed by a down gradient. അതിനെയും നിങ്ങൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സമ്മിറ്റ് കർവ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സമ്മിറ്റ് കർവ് ആണ്. നോക്കിയേ, ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷൻ അല്ലെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ ആയിരുന്നു. അത് പെട്ടെന്ന് എങ്ങോട്ട് ഡീവിയേറ്റ് ആയി? ഈ പറയുന്ന ഡയറക്ഷനിലേക്ക് ഡീവിയേറ്റ് ആയി. എത്രയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡീവിയേഷൻ ആംഗിൾ? ദാ ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീവിയേഷൻ ആംഗിൾ. അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അതിന് ക്യാപിറ്റൽ N ആണെന്ന് നൊട്ടേഷൻ കൊടുക്കാറുള്ളത്. വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ ഡീവിയേഷൻ ആംഗിൾ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് എ ഡീവിയേഷൻ ആംഗിൾ ഓർ ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. ഓക്കെ, ക്യാപിറ്റൽ N എന്ന് പറയുന്നത്, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? യെസ്, ഈ പറയുന്ന ക്യാപിറ്റൽ N, ദാറ്റ് ഈസ് എ ഡീവിയേഷൻ ആംഗിൾ, ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ദ മോഡുലസ് ഓഫ്, യെസ് ഇതാണ് ഫോർമുല, by the modulus of algebraic difference of gradient ആണ്. algebraic difference of gradients. the modulus എടുക്കണം. യെസ്, നമുക്ക് നെഗറ്റീവ് സൈനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ദാറ്റ്സ് വൈ വി ആർ ടേക്കിംഗ് മോഡുലസ് ആണ്.
ആൾജിബ്രിക് ഡിഫറൻസ് ഓഫ് ദ ഗ്രേഡിയന്റ്. ഇവിടെ നിന്ന് കണ്ടുപിടിച്ചേ, ഇവിടെ ഏതൊക്കെയാണ് ഗ്രേഡിയന്റ് ഉള്ളത്? +N1% എന്ന് പറയുന്ന അപ്ഗ്രേഡ് ഉണ്ട്, -N2% എന്ന് പറയുന്ന ഡൗൺ ഗ്രേഡ് ഉണ്ട്. ഓക്കെ, സോ ക്യാപിറ്റൽ N എന്തായി മാറും? ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -N1%, സോറി പ്ലസ് അല്ലേ, സോ +N1%, പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, എന്നാൽ ഇവിടെയാണ് മൈനസ് എന്താ വരിക? N2% എന്നാണ് വരിക, മോഡുലസ് വരുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു N1 പ്ലസ് എന്താ വരിക? N2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ, നമ്മുടെ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യും, അതിന്റെ ബേസിസിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് കർവ് ആയിരുന്നു ഇത് സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ബേസിക് ഡെഫിനിഷൻ ഓഫ് ദ സമ്മിറ്റ് കർവ്. ഫർദർ പോയിന്റുകൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഡെഫിനിഷനും ഡീവിയേഷൻ ആംഗിളും മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതേപോലെ കാര്യങ്ങൾ എവിടെയും പറയണം. We need to talk in case of the second curve, that is termed as valley curve ആണ്. വാലി കർവിന്റെ മറ്റൊരു പേരും നമ്മൾ മെൻഷൻ ചെയ്തു. അതെന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സാഗ് കർവ് അല്ലെ. എന്തായിരിക്കും വാലി കർവ്? നേരത്തെ വരച്ച കർവിന്റെ ഓപ്പോസിറ്റ് സാധനം. ഇതാ ഇത്തരത്തിലാണ് നിങ്ങൾ കർവ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ സച്ച് ദാറ്റ് ഈ കർവിന്റെ ഏത് പോയിന്റിൽ നിന്നും ഏതെങ്കിലും രണ്ട് പോയിന്റിൽ നിങ്ങൾ എന്ത് ഡ്രോപ്പ് ചെയ്യുക? ടാൻജന്റ് ഡ്രോപ്പ് ചെയ്തേ. എവിടെയാ മീറ്റ് ചെയ്യുന്നത് നോക്കിയേ. ദാ ഇവിടുന്ന് ടാൻജന്റ് ഡ്രോപ്പ് ചെയ്തു, അതുപോലെ തന്നെ അവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ടാൻജന്റ് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ടാൻജന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടോ? യെസ്, ദിസ് ഈസ് ദ വെർട്ടിക്കൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, VIP, വെർട്ടിക്കൽ ഇന്റർസെക്ഷൻ പോയിന്റ് VIP അല്ലെ, വെർട്ടിക്കൽ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ദ ടാൻജന്റ് ആണ്. ഇപ്പൊ നോക്കിയേ, ഈ വരച്ചിരിക്കുന്ന കർവിന് താഴെയാണ് നമ്മളെ യെസ് ഇന്റർസെക്ഷൻ സംഭവിക്കുന്നത്. യെസ്, സോ ആദ്യത്തെ ഡെഫിനിഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റും. പറയൂ, ആദ്യത്തെ ഡെഫിനിഷൻ യു ക്യാൻ നെയിം ഇറ്റ്, യു ക്യാൻ ഡിഫൈൻ ഇറ്റ്. ഏതാണ്? If the vertical intersection point of the tangent is lying below the curve, it is termed as a valley curve. Okay, so അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കിയേ, എങ്ങനെയാണ്? നോക്കിയേ, ആദ്യം ഇറക്കമല്ലേ, പിന്നെ കയറ്റമാണ്. ഇറക്കം എന്ന് പറയുമ്പോൾ -N1% അല്ലേ, ഡൗൺ ഗ്രേഡിയന്റ് അല്ലേ? യെസ്, പിന്നെയാണ് കയറ്റം, ദാറ്റ് ഈസ് +N1% ആണ്, +N2% ആണ് അല്ലെ, +N2%. സോ ദർ ഇസ് എ ഡൗൺ ഗ്രേഡിയന്റ് ആൻഡ് ദെൻ ദർ ഇസ് എൻ അപ്പ് ഗ്രേഡിയന്റ്. സോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? രണ്ടാമത്തെ ഡെഫിനിഷൻ പറയൂ. യെസ്, ഇറ്റ് ഈസ് എ curve joining a down gradient followed by an up gradient. ഓക്കെ അല്ലേ? സോ അതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ. ഇവിടെയും നമുക്ക് എന്ത് മെൻഷൻ ചെയ്യാം? നോക്കിയേ, ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷൻ പെട്ടെന്ന് എങ്ങോട്ട് ഡൈവേർട്ടായി? ഇങ്ങോട്ട് ഡൈവേർട്ടായി. അതായത് എത്രയാണ് ഡീവിയേഷൻ ആംഗിൾ? ഇത്രയാണ് ഡീവിയേഷൻ ആംഗിൾ, ക്യാപിറ്റൽ N. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡീവിയേഷൻ ആംഗിൾ. ഓക്കെ അല്ലേ? യെസ്, സോ ക്യാപിറ്റൽ N എങ്ങനെ പറയാം? ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു ആൾജിബ്രിക് സം ഓഫ് -N1% മൈനസ് എന്താ വരിക? N2% എന്ന് വരും. ഓക്കെ, -N1% -N2%. സോ നമുക്ക് എന്ത് പറയാം? മൈനസ് മൊത്തത്തിൽ പുറത്തെടുക്കാം, മോഡുലസ് ഓഫ് -N1 പ്ലസ് എന്താണ് N2 എന്ന് എഴുതാം. സോ മോഡുലസ് ആയതുകൊണ്ട് മൈനസ് പോവും. സോ അഗൈൻ വി ആർ ഗെറ്റിംഗ് ദ ഡീവിയേഷൻ ആംഗിൾ ആസ് N1 പ്ലസ് N2 ആണ്. ക്ലിയർ അല്ലേ? N1 പ്ലസ് N2. ആൾജിബ്രിക് ഡിഫറൻസ് എടുക്കണം. മൈനസ് ആണ് ഡൗൺ ഗ്രേഡ്, മൈനസ് പ്ലസ് തന്നെയാണ് വരുന്നത്. സോ മൈനസ് കോമൺ ആയി പുറത്തെടുത്തു, മോഡുലസ് ഉള്ളത് കൊണ്ട് ആ മൈനസ് ക്യാൻസൽ ആയിപ്പെട്ടു. വി ഗെറ്റ് ദ ഡീവിയേഷൻ ആംഗിൾ N1 പ്ലസ് N2 ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ തന്നെ ചോദ്യം ചെയ്താലേ അതിൽ കാര്യം ഉണ്ടാവുള്ളൂ. നോക്കിയേ, യെസ്, ലെറ്റ്സ് ഡു ക്വസ്റ്റ്യൻ. ഇതാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. ഇതാ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ആൻ അസെൻഡിങ് ഗ്രേഡിയന്റ്, അസെൻഡിങ് എന്ന് വെച്ചാൽ അപ്പ് ഗ്രേഡിയന്റ് അല്ലേ. സോ അസെൻഡിങ് ഗ്രേഡിയന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഫസ്റ്റ് വൺ ഈസ് അസെൻഡിങ് ഗ്രേഡിയന്റ്, ലെറ്റ്സ് സേ N1 ആണ്. അത് പ്ലസ് ആണ്, 1/50 ആണ്. കാരണം അത് അസെൻഡിങ് ഗ്രേഡിയന്റ് ആണ്. if an ascending gradient of 1/50 meets another ascending gradient ആണ്, വീണ്ടും മറ്റൊരു ascending gradient ആയിട്ട് മീറ്റ് ചെയ്യുന്നു ഓഫ് എത്രയാണ്? 1/30 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡീവിയേഷൻ ആംഗിൾ എന്നാണ് ചോദ്യം. ചോദ്യം സിമ്പിൾ ആണ്, ഡയറക്റ്റ് ഫോർമുല. ഇതാ എഴുതുന്നു ഫോർമുല. ഇതാ ആദ്യം ഫോർമുല എഴുതുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആൾജിബ്രിക് ഡിഫറൻസ് N1 - N2 ആണ്. ആൾജിബ്രിക് ഡിഫറൻസ് ആയിരിക്കണം, നിർബന്ധമാണ്. മോഡുലസ് ഓഫ് ആൾജിബ്രിക് ഡിഫറൻസ്. സോ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എത്രയാണ്? 1/50 അല്ലേ? 1/50 - 1/30 ആണ്. രണ്ടും പോസിറ്റീവ് ആണ്. ഇനി ബാക്കി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് മിസ്റ്റർ. സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 30 - 50 ഡിവൈഡഡ് ബൈ 50 × 30 വരും. സോ മുകളിൽ എന്താ വരുന്നത്? മുകളിൽ എന്ത് വരും? -20. ഓക്കെ,
So we will be having modulus again. So the modulus of minus 20 divided by 150 എന്നാണ് വരിക. So cancel ചെയ്ത് കഴിഞ്ഞാൽ you will get the answer n is equal to 1 in 75. 1 in 75 എന്ന് പറയുന്ന ഡീവിയേഷൻ ആംഗിൾ ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. If you look at the option, ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. We are having ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു സെഷനിൽ നമുക്ക് ഇത്രയും പോയിന്റുകൾ പറഞ്ഞ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്? We were discussing about yes, vertical alignment in transportation engineering ആണ്, highway engineering ആണ്. അതിൽ തുടക്കമേ പറഞ്ഞിട്ടുള്ളൂ vertical curve എന്താണ്. യെസ്, vertical curveലെ സമ്മിറ്റ് ആൻഡ് വാലി കർവ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതിലെ ഡീവിയേഷൻ ആംഗിളുകൾ എന്താ എന്നുള്ള ബേസിക് ആയിട്ടുള്ള തുടക്കം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.